ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി രണ്ടിടത്ത് വോട്ട് ചെയ്തത് എങ്ങനെയെന്ന് സിപിഐയും കോൺഗ്രസും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകണമെന്ന് സിപിഐ നേതാവും മുൻമന്ത്രിയുമായ വി എസ് സുനിൽകുമാർ ആവശ്യപ്പെട്ടു. ലോക്സഭയിലും നിയമസഭയിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഓരോ ഇടങ്ങളിൽ വോട്ട് ചെയ്യുന്നത് മര്യാദയല്ല എന്നായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥിരതാമസക്കാരനാണെന്ന് കാണിച്ച് സുരേഷ് ഗോപിയും കുടുംബാംഗങ്ങളും തൃശൂരിൽ വോട്ട് ചെയ്തു. അന്ന് LDFും UDFും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി തൃശൂരിൽ വോട്ട് ചെയ്യുമെന്നും അതിനുശേഷമാകാം മറുപടിയെന്നുമായിരുന്നു BJP നിലപാട്. എന്നാൽ തിരുവനന്തപുരത്തെ ശാസ്തമംഗലത്ത് ഇക്കുറി വോട്ട് ചെയ്തതോടെ ചോദ്യങ്ങൾ ഉയർത്തുകയാണ് VS സുനിൽകുമാർ. ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിലും MP എന്ന നിലയിലും അദ്ദേഹം ഇലക്ഷൻ നിയമങ്ങളെ പരിപൂർണമായിട്ട് ലംഘിച്ചിരിക്കുകയാണ്. അതിന് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയണം, കേന്ദ്രമന്ത്രിയും മറുപടി പറയണം. സുരേഷ് ഗോപിക്കെതിരെ കോൺഗ്രസ് നേതാവ് കെ മുരളീധരനും രംഗത്തെത്തി. തൃശ്ശൂർ സ്ഥിരതാമസക്കാരനെന്ന് പറഞ്ഞ് തൃശ്ശൂരിൽ വോട്ട് ചെയ്തു. അതാണ് ജനാധിപത്യത്തിൻ്റെ മര്യാദ. എന്താ പറയണ്ട, പാർലമെൻറ്റിൽ ഒരു സ്ഥലത്ത് വോട്ട് ചെയ്യുക, അസംബ്ലിയിൽ വേറെ സ്ഥലത്ത് വോട്ട് ചെയ്യുക, കോർപ്പറേഷനിൽ വേറെ സ്ഥലത്ത് വോട്ട് ചെയ്യുക. ആ രീതി ശരിയല്ല. തൃശൂരിലെ ജനങ്ങളെ ചതിച്ചതിന് സുരേഷ് ഗോപി മാപ്പ് പറയണമെന്ന് തൃശൂർ DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റും പ്രതികരിച്ചു. തൃശൂരിലെ ജനങ്ങളെ ചതിച്ചതിന് തൃശ്ശൂരിലെ ജനങ്ങളോട് മാപ്പ് പറയണം. അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് തന്നെ രാജിവെക്കണമെന്നാണ് ഞങ്ങൾക്ക് ഇതിൽ ആവശ്യപ്പെടാനുള്ളത്. തൃശൂരിൽ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെയാണ് സുരേഷ് ഗോപിയെ പ്രതിക്കൂട്ടിൽ നിർത്തിയുള്ള ആരോപണം. വോട്ട് ചോരി വിവാദങ്ങൾക്ക് പിന്നാലെ പ്രതിരോധത്തിലായ BJP ജില്ലയിൽ വീണ്ടും വിയർക്കുകയാണ്. മീഡിയ 1 തൃശൂർ.